മർച്ചന്റ് നേവി ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ പരീക്ഷയും കോഴ്സുകളും ചെയ്യേണ്ടി വരുമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അങ്ങനെ നിങ്ങളോട് ആരും പറയാത്ത, നിങ്ങൾ അറിയാത്ത മർച്ചന്റ് നേവിയുടെ കുറച്ച് ഡാർക്ക് ആൻഡ് നെഗറ്റീവ് സൈഡ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. എസ്പെഷ്യലി നിങ്ങൾ റീൽസും വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർ ആയി മർച്ചന്റ് നേവി ജോയിൻ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. എസ്പെഷ്യലി ആറാമത്തെ പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഫസ്റ്റ്, റിയാലിറ്റി ചെക്ക്. മർച്ചന്റ് നേവി കോളേജസ് സാധാ കോളേജസ് പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ക്വാസി മിലിറ്ററി സെറ്റപ്പിലൊക്കെയാണ് ട്രെയിനിങ് നടക്കുക. നിങ്ങൾക്ക് രാവിലെ PT ഉണ്ടാവും, അത് കഴിഞ്ഞ് ക്ലാസ്സിന് മുന്നേ ആയിട്ട് പരേഡ് ഉണ്ടാവും, ക്ലാസ് കഴിഞ്ഞിട്ട് പരേഡ് പ്രാക്ടീസ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് മുന്നായിട്ട് മസ്റ്റർ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. 4 പരിപാടിക്കും 4 ഡിഫറെൻറ്റ് യൂണിഫോംസ് ഉണ്ടാവും. ആൻഡ് ഈ യൂണിഫോംസ് ഒക്കെ നമ്മൾ പക്കയായിട്ട് കൊണ്ടു നടക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പണിഷ്മെൻ്റ് ഉണ്ടാവും, ഡക്ക് വാക്സ് ഉണ്ടാവും, പുഷപ്പ് ഉണ്ടാവും, സിറ്റപ്പ് ഉണ്ടാവും. അതൊക്കെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. ബട്ട് കോളേജ് ലൈഫ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അറ്റൻഡൻസ് 90 to 95% വരെയാണ്. ആൻഡ് STCW കോഴ്സസിന് ആ അറ്റൻഡൻസ് 100% ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഇതൊക്കെ സഹിച്ച് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കോഴ്സ് പാസ്സായി അതോടെ നിങ്ങളൊരു മർച്ചന്റ് നേവി ഓഫീസർ ആവുമോ? വെൽ, അവിടെയാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രോബ്ലം വരുന്നത്, എക്സാംസ്. നിങ്ങളുടെ കോഴ്സസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മർച്ചന്റ് നേവിയിലെ ഒരു ഓഫീസറായി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കോളേജിലെ കോഴ്സസ് കഴിഞ്ഞിട്ട് 12 മാസം നിങ്ങൾ ട്രെയിനി ആയിട്ട് കേഡറ്റ്ഷിപ്പ് ചെയ്യണം. ആൻഡ് ഈ കേഡറ്റ്ഷിപ്പിൽ നിങ്ങൾ ഈ ഷിപ്പിലുള്ള എല്ലാ പണിയും എടുക്കേണ്ടിയും വരും. ഇനി ഇതൊക്കെ സഹിച്ച് നിങ്ങൾ 12 മാസം ട്രെയിനിങ്ങും കംപ്ലീറ്റ് ആയി തിരിച്ചു വന്നാൽ നിങ്ങളൊരു ഓഫീസറാവോ? ഇല്ല. നിങ്ങൾ തിരിച്ചു വന്ന് പിന്നെയും ഒരുപാട് കോഴ്സസ് ചെയ്ത് ആ ഓരോ കോഴ്സസിൻ്റെയും എക്സാം ക്ലിയർ ചെയ്തിട്ട് ഫൈനലി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റിട്ടൺ എക്സാംസും ഇൻ്റർവ്യൂ ആയിട്ടുള്ള ഓറൽ എക്സാംസും ക്ലിയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫൈനലി ഒരു ഓഫീസർ ആവുക. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഓഫീസറായി, അതോടുകൂടി കഴിഞ്ഞെന്ന് നിങ്ങൾ വിചാരിച്ചോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. മർച്ചന്റ് നേവിയിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് പിന്നീടും ഓരോ കോഴ്സസും പിന്നീട് ഒരുപാട് എക്സാംസും വീണ്ടും ഇൻ്റർവ്യൂ ആയിട്ടുള്ള ഓറൽസും കൊടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ കേഡറ്റ്ഷിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കോഴ്സസൊക്കെ ചെയ്ത് എക്സാം എഴുതി പാസ്സായി ഒരു ഓഫീസറായി. ഇനി നിങ്ങൾക്ക് അടുത്ത റാങ്ക് ആയിട്ടുള്ള ചീഫ് ഓഫീസറിൻ്റെ റാങ്കിലേക്ക് വേണ്ടി വീണ്ടും കോഴ്സസും എക്സാംസും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ്റെ റാങ്കിലേക്ക് വീണ്ടും കോഴ്സസും എക്സാംസും ചെയ്യണം. അങ്ങനെ ഇതൊരു എൻഡ്ലെസ് ലൂപ്സ് ഓഫ് എക്സാംസ് ആൻഡ് കോഴ്സസ് ആയി മാറും. അത് മാത്രമല്ല, എല്ലാ 5 വർഷം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്യേണ്ട ഒരുപാട് കോഴ്സസും എക്സാംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എൻഡ്ലെസ് ലൂപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയി പോകും. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. സോ നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് കേഡറ്റ്ഷിപ്പ് തീർത്ത് എക്സാം എഴുതി ലൈസൻസും കിട്ടി വന്നു കഴിഞ്ഞാലും നിങ്ങൾ മെഡിക്കലി അൺഫിറ്റ് ആണെങ്കിൽ ഫിറ്റ് ആവുന്നത് വരെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഓരോ ഷിപ്പിലും നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പറയും. ഇത് ഡിപ്പെൻസ് ഓൺ കമ്പനി ടു കമ്പനിയാണ്. ഇനി നാലാമത്തെ കാര്യം, സീ സിക്നസ് ആൻഡ് മോഷൻ സിക്നസ്. കപ്പൽ വെള്ളത്തിലൂടെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കടലൊന്ന് കുറച്ച് റഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്സിനെയും അത് ബാധിക്കും. നമ്മുടെ ഷിപ്പ് അതിനനുസരിച്ച് പിച്ചും റോളൊക്കെ ചെയ്യാൻ തുടങ്ങും. സോ അതിനുള്ളിലുള്ള നിങ്ങളുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. സോ ഈ സീ സിക്നസ് കാരണം നിങ്ങൾക്ക് തലവേദനയും ഛർദ്ദിക്കാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എല്ലാവർക്കും ഒരുപോലെയല്ല, ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ്. നോർമലി ഇനീഷ്യലി എല്ലാവർക്കും കുറച്ചെങ്കിലും ഇത് ഉണ്ടാവും. പിന്നീട് അങ്ങോട്ടേക്ക് ശീലമാവും. ഇതിൻ്റെ എഫക്ട്സ് ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു വരും. ഇനി 5ാമത്തെ കാര്യം ഇൻ്റർനെറ്റ് ആണ്. നമുക്ക് നോർമലി കരയിലൊക്കെ കിട്ടുന്ന ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ നിങ്ങൾക്കറിയാം. ആ സ്പീഡും ഡേറ്റയും ഒക്കെ എക്സ്പെക്ട് ചെയ്ത് നിങ്ങൾ ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആവും. ഇപ്പോൾ സ്റ്റാർലിംഗ് ഒക്കെ വന്നുകൊണ്ട് തന്നെ കുറച്ചൊക്കെ സിറ്റുവേഷൻ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഷിപ്പിലെ ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി, ഡേറ്റ, സ്പീഡൊക്കെ ഓരോ കമ്പനിയുടെയും പോളിസി അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും. ചില കമ്പനീസ് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് കൊടുക്കുന്നുണ്ട്, ചില കമ്പനീസ് ഒരു മാസം ഇത്ര GB എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചില കമ്പനീസ് ഒരു ദിവസം ഇത്ര MB എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില കമ്പനീസ് വളരെ കുറച്ച് ഡേറ്റ തന്നിട്ട് ഇനിയും ഡേറ്റ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണം എന്ന് പറയുന്ന കമ്പനീസും ഉണ്ട്. ഇനിയാണ് 6ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മെഡിക്കൽ എമർജൻസി അറ്റ് സീ. നിങ്ങൾ കടലിൻ്റെ ഒക്കെ നടുവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി പറ്റിക്കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ
എത്ര സീരിയസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത പോർട്ട് എത്തുന്നവരെ, അല്ലെങ്കിൽ ഈവൻ ഹെലികോപ്റ്റർ ഇവാക്വേഷൻ ആണെങ്കിൽ പോലും ആ ഹെലികോപ്റ്ററിന് വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് പോകാനുള്ള ആ റേഞ്ചിൽ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങൾ ഷിപ്പിൽ തന്നെ നിൽക്കേണ്ടി വരും. ഷിപ്പിൽ ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ അത് പോകാൻ ചാൻസ് ഉണ്ട്. ഷിപ്പിലെ ഹോസ്പിറ്റൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ടാഗ് ചെയ്യാം, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യും. ഇനി 7, മെർച്ചൻ്റ് നേവി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബ്സ് ആണ്. നിങ്ങൾ ചുഴലിക്കാറ്റിനെയും സൈക്ലോനെയും നേച്ചറിനെയും നേരിടേണ്ടി വരും, നിങ്ങൾ തീപിടുത്തത്തെ നേരിടേണ്ടി വരും, ഒരുപാട് മെഷീനറികളുമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും, അതിൽ നിന്നുണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, കടൽ കൊള്ളക്കാരെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള മിസൈൽ അറ്റാക്സും നിങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഡേഞ്ചേഴ്സ് ഉള്ള ഒരു പ്രൊഫഷനാണ് മെർച്ചൻ്റ് നേവി. ഇനി 8ാമത്തതാണ് വർക്കിംഗ് അവേഴ്സ്. പേപ്പറിലൊക്കെ നിങ്ങൾക്ക് ഫിക്സ്ഡ് ആയിട്ട് ഒരു ടൈമും സ്കെഡ്യൂളൊക്കെ ഉണ്ടാവും, ബട്ട് റിയലിസ്റ്റിക്കലി നിങ്ങൾ 24/7 ഓൺ കോളാണ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞാലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാബിനിലേക്ക് ഡയറക്റ്റ് കോൾ വരും. നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഡ്യൂട്ടിയിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. എൻ്റെ കേസിൽ ഞാനൊരു നാവിഗേറ്റിംഗ് ഓഫീസറാണ്. ഷിപ്പ് പോർട്ടിലെത്തുമ്പോൾ ഞാനൊരു കാർഗോ വാച്ച് ഓഫീസറായി മാറും. ആൻഡ് പോർട്ടിലെ കാർഗോ വാച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മിനിമം 12 മണിക്കൂർ, മാക്സിമം പിന്നെ ദൈവത്തിനും അറിയാം എത്രയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് സ്കെഡ്യൂൾ ഒന്നും നമുക്ക് വരുന്നില്ല. ആൻഡ് ഷിപ്പിലെ മോസ്റ്റ് ക്രൂവിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ ഈസ് മൺഡേ. അതായത് അവർക്ക് വീക്കെൻഡിൽ ഓഫ് ഡേ എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. എസ്പെഷ്യലി നിങ്ങൾ കപ്പലോടിക്കുന്ന ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും കപ്പലോടിക്കേണ്ടി വരും. ആൻഡ് നിങ്ങൾ കേറ്ററിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ആൻഡ് ഈവൻ സൺഡേ റെസ്റ്റ് കിട്ടുന്ന എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ പോലും ഷിപ്പ് പോർട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലാംസോ വന്നു കഴിഞ്ഞാൽ അത് ഫിക്സ് ആക്കണ വരെ അവർ വർക്ക് ചെയ്യേണ്ടി വരും. അത് സാറ്റർഡേ ആയാലും സൺഡേ ആയാലും മൺഡേ ആയാലും വർക്ക് കണ്ടിന്യൂസ്. അതുകൊണ്ട് തന്നെ മെർച്ചൻ്റ് നേവിയിലെ ജോബ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ്. ഇനി 9ാമതായി ഇപ്പോഴത്തെ ജനറേഷനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നോ സോഷ്യൽ ലൈഫ്. അതായത് നമ്മളെ ഷിപ്പിലെ കോൺട്രാക്റ്റ് വരെ 6 മാസം മുതൽ 9 മാസം വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ബർത്ത്ഡേയ്സ്, ഫെസ്റ്റിവൽസ്, വെഡ്ഡിങ്സ് എല്ലാം നിങ്ങൾക്ക് മിസ്സാവും. എസ്പെഷ്യലി നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡിഫിക്കൽട്ടാവും. നിങ്ങൾക്ക് അവർ ഒരുപാട് മിസ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഷിപ്പിൽ നല്ല ലോൺലിനെസ്സും ഡിപ്രഷനൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. ഇനിയിപ്പോൾ കപ്പലിൽ എത്ര റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ഇൻട്രാക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി മോസ്റ്റ്ലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് റൂം കഴിഞ്ഞ് പിന്നെയും ഡ്യൂട്ടി, അങ്ങനെ ഒരു സൈക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്, ടയേർഡാണ്. കുറച്ച് ടൈം കിട്ടി അതൊന്ന് ഉറങ്ങി പിന്നെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് എണീറ്റ് പിന്നെ ഡ്യൂട്ടിക്ക് പോകാനാണ് എല്ലാവരും നോർമലി ശ്രദ്ധിക്കാറ്. ഇനി ഈ വീഡിയോയിലെ ഫൈനൽ ആയിട്ടുള്ള പോയിന്റിലേക്ക് നമുക്ക് പോകാം. അതാണ് ഫുഡ്. നിങ്ങളൊരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിലെ ഫുഡ് പോട്ടെ, ഇന്ത്യയിലെ ഫുഡ് തന്നെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കും. സോ നിങ്ങളൊരു വെജിറ്റേറിയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചധികം ബുദ്ധിമുട്ടും. ഇനി നിങ്ങളൊരു ഇന്ത്യൻ ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ക്രൂ ഒക്കെ മോസ്റ്റ്ലി ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഷെഫും ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ക്രൂ ആൻഡ് മാനേജ്മെൻ്റ് ഉള്ള ഷിപ്പിലെ വർക്ക് കൾച്ചറും ആൻഡ് മൾട്ടിനാഷണൽ ക്രൂ ആൻഡ് മാനേജ്മെൻ്റ് ഉള്ള കമ്പനിയിലെ വർക്ക് കൾച്ചറും വളരെയധികം ഡിഫറൻസ് ഉണ്ട്. സോ അതുകൂടി നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. സോ ഇതൊക്കെയാണ് മെർച്ചൻ്റ് നേവിയുടെ ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്ന് പറയാനുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ചെറുതും വലുതുമായിട്ടൊക്കെ ലിസ്റ്റിൽ പെടാത്തതുണ്ടാവും. നിങ്ങളൊരു സീഫെയറർ ആണെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും കമൻറ്റിൽ വന്ന് മെൻഷൻ ചെയ്യുക. സോ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും മെർച്ചൻ്റ് നേവിയിലൊക്കെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടത്തിനെയും പാഷനെയും ഒക്കെ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മാർവൻ സൈനിങ് ഓഫ്.